യഥാർത്ഥ ദൈവം, ബൈബിളിൽ പറയുന്ന ദൈവം ക്രിസ്തുദേവനെ ഉള്ളൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. അത് കേട്ട് അദ്ദേഹം ഒരിക്കൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് അവിടെ അദ്ദേഹം കേട്ടപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്തുമതം പഠിച്ചു. ക്രിസ്തുമതം ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഇപ്പോൾ ആ ഒരു ഉയർന്ന പാതിരിയുടെ നിന്ന് പഠിച്ച് അതേ ക്രിസ്തുമത ഛേദനം, അതിൽ യുക്തിയുക്ത ബൈബിളിലുള്ള തെറ്റുകൾ, അതൊരിക്കലും മതനിർണ്ണയമോ ക്രിസ്തുമതത്തിനെതിരായിട്ടോ അല്ല, അതിലുള്ള തെറ്റുകളെ യുക്തിയുക്ത അത് അവതരിപ്പിക്കാനുണ്ടായത്. ഇപ്പോൾ സ്വാമികൾ ചോദിക്കേണ്ടത്, സ്വാമി ഇത് അങ്ങ് മതനിർണ്ണയക്ക് അല്ലേ ഇത് ഇങ്ങനെ എഴുതിയാ വരുന്ന ചോദിച്ചാൽ ഈ ക്രിസ്തു വന്നാൽ പോലും ഇത് അംഗീകരിക്കും. അതിനുള്ള തെറ്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ക്രിസ്തുമത സാരാംശം എഴുതി, ക്രിസ്തുമതം പഠിച്ച് അതിലെ നല്ല അംശങ്ങൾ എടുത്തിട്ട് ക്രിസ്തുമത സാരാംശം അദ്ദേഹത്തിന് പ്രബന്ധമുണ്ട്. അദ്ദേഹം 2 പേരെ ഇത് പഠിപ്പിച്ചു. കരുവാ കൃഷ്ണനായരെയും വീരാണ്ടപ്പിള്ളയും 2 പേരെ പഠിപ്പിച്ച് ഒരാളെ തെക്കൻ കേരളത്തിലേക്ക് ഒരാളെ വടക്കൻ കേരളത്തിലേക്ക് അയച്ചു. ഈ ഉത്സവ പറമ്പുകളിൽ നിന്ന് പാതിരിമാർ പറയണം, അതേ ഉത്സവ പറമ്പുകളിൽ ഇവർ പോയി ക്രിസ്തുമതത്തിൽ ആ പാവികൾ പഠിക്കാതെ അവർ കടലാസ് പുലിയാട് കൈവച്ചുകൊണ്ട് പറയുന്നതിനെ യുക്തിയുക്തം ഖണ്ഡിക്കാൻ ഇവർക്ക് കഴിഞ്ഞു ഇവരുടെ പ്രസംഗങ്ങളിലൂടെ. മാത്രം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് അന്നത്തെ സമയത്ത് എന്തിനാണ് വിഗ്രഹാരാധന, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത് ഈ പ്രസംഗങ്ങളിലൂടെ ഈ 2 പേർ സ്വാമി അയച്ച ആൾക്കാരായിരുന്നു. ഈ 2 പേരിൽ മാത്രം നിന്നില്ല. സ്വാമിയുടെ വാക്കുകളിലും സന്ദേശങ്ങളിൽ നിന്നും സ്വാമിയുടെ തീർത്ഥവാദ സ്വാമികളും ചെയ്തു. സ്വാമിയുടെ ശിഷ്യരെ കൊണ്ട്, അതും യുവാക്കളായ വളരെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ കൊണ്ട്, കോളേജ് വിദ്യാർത്ഥികൾ ചങ്ങനാശ്ശേരി ഭാഗത്തും പത്തനംതിട്ട ഭാഗത്തും തിരുവല്ല ഭാഗത്തും ഒക്കെ നടന്ന് അവർ പ്രസംഗിച്ചു. ഹിന്ദു മത പ്രഭാഷകരായിട്ട് യുവാക്കൾ വന്നത് ആദ്യമായിട്ടാണ്. സ്വാമിയുടെ ഈ ക്രിസ്തുമത ഛേദനം ഉണ്ടാക്കുകയും ഇത് അയക്കുകയും ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പലപ്പോഴും മതം മാറ്റപ്പെട്ടവനായിരുന്നേ, ആയി തീർന്നേനെ. കാരണം അത്രത്തോളം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ പാതിരിമാർക്ക് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ടായ സമയത്താണ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സ്വാമി വന്നത്. അതേസമയം അദ്ദേഹം ക്രിസ്തുവിനെ പഠിച്ചു, ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു, ക്രിസ്തുമതത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവർ ഹിന്ദു മതത്തിനെതിരെ മതപരിവർത്തനത്തിന് വേണ്ടി നടത്തുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളെയാണ് അദ്ദേഹം ചോദിച്ചത്. അത് വലിയൊരു ഈ നവോത്ഥാനത്തിലെ ഏറ്റവും വലിയ പലരും പറയാൻ പഠിക്കും. ക്രിസ്തുമത ഛേദനം എഴുതി എന്ന് പറഞ്ഞാൽ മതനിന്ദയാണ്. അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു അതിലെ യുക്തിയുക്തം അതിൻ്റെ അകത്തുള്ള തെറ്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അതിന് ക്രിസ്തുമത സാരാംശം എഴുതിയ സമയത്ത് എത്രയോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അത് സർവാത്മാ സ്വാഗതം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് മതപരിവർത്തനത്തിന് ഹിന്ദു സമൂഹത്തിനകത്തുണ്ടായിരുന്ന അനാചാരങ്ങളെ, അതുപോലെ പൂജാപദ്ധതികളെ പറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കൊണ്ട് അത് എഴുതിച്ചു. ഞാൻ നേരത്തെ ക്രിസ്തുമത ഛേദനം പറഞ്ഞപ്പോൾ വിട്ടുപോയ വേറൊരു കാര്യം, നായർ സർവീസ് സൊസൈറ്റിയിലെ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ മന്നത്ത് ശ്രീ ആചാര്യൻ പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് നായർ സർവീസ് തുടങ്ങിയത് ശ്രീകൃഷ്ണപിള്ളയിലൂടെയാണ്, സമുദായോദ്ധാരകൻ ശ്രീകൃഷ്ണപിള്ളയിലൂടെയാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മന്നത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരു ചാപ്റ്റർ മുഴുവൻ എൻ്റെ ഗുരുവന്ദനം എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണപിള്ള അദ്ദേഹത്തിനെ കുറിച്ചാണ്. ശ്രീകൃഷ്ണപിള്ള അദ്ദേഹത്തിന് ഈ സമുദായോദ്ധാരകനാവാനുള്ള അതിനുള്ള സന്ദേശം ലഭിച്ച് അതിനുള്ള പ്രേരണ ലഭിച്ചത് ചട്ടമ്പി സ്വാമികളിലൂടെയാണ്. ഇപ്പോൾ തീർത്ഥവാദ സ്വാമികളിലൂടെ, ശ്രീകൃഷ്ണപിള്ളയുടെ അങ്ങനെ നിരവധി ആൾക്കാരിലൂടെയാണ് അദ്ദേഹം ഒരു മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികൾ, ആദിഭാഷ എന്ന കൃതിയിൽ തന്നെ ഈ ഭാഷ അന്ന് വരെ നമുക്ക് ആര്യൻ സംസ്കാരം, ആര്യനും ദ്രാവിഡനും ഇല്ല, ഭാരത സംസ്കാരത്തിൽ ഭാരതീയമായി ഒന്ന് തന്നെയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദിഭാഷയെ പറയുന്നത് ഇവിടുന്നാണ് ആരംഭിച്ചിരിക്കുന്നതാണ്. ഈ മാറ്റങ്ങൾ, ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടായ മാറ്റങ്ങളും ഭൂമിയിലുള്ള ഭാഷയും ഒക്കെ ആരംഭിച്ച് തമിഴ് ഭാഷയോട് സാമീപ്യമുള്ള, തമിഴും സംസ്കൃതമാണ് ഏറ്റവും വലിയ ഭാഷകൾ, അവയുള്ള ഒരു കൊളോക്കിയൽ ഒരു ഭാഷയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. അതും അദ്ദേഹം ആദിഭാഷയിൽ യുക്തിയുക്തം പറയുന്നു. അങ്ങനെ ഓരോ കൃതികളും അത്രത്തോളം പഠിച്ച് അതിമനോഹരമായി അവതരിപ്പിച്ചൊരു മാറ്റം. ആ മാറ്റങ്ങളാണ് ശ്രീനാരായണ ഗുരു ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ സമാധിയായ സമയത്ത് പറഞ്ഞത് അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്, വ്യാസനും ശങ്കരനും ചേർന്നതാണ് നമ്മുടെ സ്വാമി. വ്യാസൻ നമുക്കറിയാം, ഗുരുജയന്തി നമ്മളെല്ലാം ഗുരുവായിട്ട് ആരാധിക്കുന്ന, ഗുരുജയന്തി ആരാധിക്കുന്ന വ്യാസഭഗവാന്റെ ഇതിലാണ്. സർവജ്ഞ പീഠം കിട്ടിയ ആളാണ് ശങ്കരാചാര്യർ. വ്യാസനും ശങ്കരനും മൂലവും ഭാഷ്യവും ചേർന്നാണ് എൻ്റെ സ്വാമി എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. പലപ്പോഴും നമ്മൾ തെറ്റായ രീതിയിൽ ശ്രീനാരായണ ഗുരു ഒരു ഈഴവ സ്വാമിയാണെന്നും ചട്ടമ്പി സ്വാമി നായർ സ്വാമിയാണെന്നും തെറ്റാണത്.
ചിലപ്പോൾ ഒരു സമുദായത്തിൻ്റെ ഉദാഹരണത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇടവ സമുദായം ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നു. പക്ഷെ അദ്ദേഹം വലിയൊരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ പ്രചോദനവും കിട്ടിയത് ചട്ടമ്പിസ്വാമി തിരുവടികളിൽ നിന്നാണ്. രാജയോഗം പഠിക്കാനായിട്ട് തെക്കാട്ട് അയ്യാസ്വാമികളുടെ അടുത്ത് ചട്ടമ്പിസ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുപോയത്. ചട്ടമ്പിസ്വാമികളോട് പറഞ്ഞ് ചട്ടമ്പിസ്വാമികളാണ് ഈ രാജയോഗം ശ്രീനാരായണ ഗുരുവിന് പറഞ്ഞു കൊടുത്തത്. അതുപോലെ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് അരിവുപുരത്തിലുള്ള പ്രതിഷ്ഠ ചട്ടമ്പിസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അങ്ങേറ്റം അടുപ്പം, ആ അടുപ്പം കൊണ്ടും ആ മഹാത്മ്യം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ ചിന്മുദ്ര വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത് നമുക്കറിയാം. എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് പലയിടത്തും പോയി അദ്ദേഹത്തിന് ചെന്നു. ഇപ്പം ചിന്മുദ്ര ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് തള്ള വിരലെന്നുള്ളത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അവയർനെസ്സും, ഇത് നമ്മുടെ ചെറിയ വിരലെന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള അവയർനെസ് കൂട്ടിമുട്ടുന്ന ശക്തി ആണ് ചിന്മുദ്ര എന്നുള്ളതാണ് സാധാരണ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയുന്നത്. പക്ഷെ ഇതറിയാനല്ല വന്നത്. വിവേകാനന്ദ സ്വാമിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. വിവേകാനന്ദ സ്വാമിക്ക് പണ്ട് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു, അങ്ങ് ദൈവത്തിനെ കഴിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ കാണുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അങ്ങ് അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ കാലെടുത്ത് ഈ തോളിൽ ശ്രീരാമകൃഷ്ണ ദേവൻ വിവേകാനന്ദ സ്വാമിയുടെ തോളിൽ വെച്ചു. വിവേകാനന്ദ സ്വാമിക്ക് ഏതാണ്ട് 3 ആഴ്ചയോളം സ്ഥലഭ്രമമുണ്ടായി. അത്ര എക്സ്കസി, ആ ഒരു ദൈവികമായ സമാധിയാണ് ഉണ്ടായത്. അതേ ഇതായിരുന്നു ചട്ടമ്പിസ്വാമികളോട് വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചട്ടമ്പിസ്വാമികൾ ചൂണ്ടുവിരൽ തൊട്ട് വിവേകാനന്ദ സ്വാമി തൊട്ടു. ആ ഒരു അനുഭവമാണ് വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞ് അത് റിമാർക്കബിൾ പേഴ്സണായി മെയ്ഡ് ഇൻ സൗത്ത് കേരള എന്ന് പറഞ്ഞത്. ആ ചട്ടമ്പിസ്വാമിക്ക് എന്തുകൊണ്ടും അദ്ദേഹത്തിന് അങ്ങേറ്റം ഗുരുവിനെ പോലെ കാണുന്ന വിവേകാനന്ദ സ്വാമി കാണാൻ കാരണം ആ ചിന്മുദ്ര പറഞ്ഞുകൊണ്ടോട് മാത്രമല്ല, ആ അനുഭവമാണ് അദ്ദേഹത്തിന്. ഈ ആത്മീയമായ അനുഭവം ചട്ടമ്പിസ്വാമികളിൽ നിന്നുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ആത്മീയമായിട്ടും സാമൂഹ്യമായിട്ട് പരിപാടി, അല്ലെങ്കിൽ സംഘടനകളുണ്ടാക്കി, അല്ലെങ്കിലും സാമൂഹ്യമായ മാറ്റങ്ങളുണ്ടാക്കി, ആത്മീയമായ മാറ്റങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചവരും അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചവരും പുസ്തകങ്ങളൊക്കെ ഇതുവരെയൊക്കെ പറയുന്നു, പഠിക്കും തോറും ഇനിയും പഠിച്ച് തീരാൻ കഴിയില്ല എന്നുള്ള യഥാർത്ഥമാണ്, സത്യമാണ്. അദ്ദേഹം സർവകലാനിധിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും, സംഗീതമാവട്ടെ, വേദമാവട്ടെ, തത്വശാസ്ത്രമാവട്ടെ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അപാരമായ ജ്ഞാനമാണ് ഉണ്ടായിരുന്നത്. അതല്ലാതെ ഒരു വലിയ ഒരു ആത്മീയമായി ഉയർന്നവരിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് ചിന്തിക്കുക. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം സമൂഹത്തിനുണ്ടാക്കിയ യാതൊരു തരത്തിലും അദ്ദേഹമായിട്ടൊരു സംഘടന ഉണ്ടാക്കാതെ തന്നെ അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിലൂടെയാണ് അഗ്രഗണ്യൻ, ഈ നവോത്ഥാനത്തിൻ്റെ അഗ്രഗണ്യൻ അദ്ദേഹമാണ്. ഇന്ന് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് ചട്ടമ്പിസ്വാമികളുടെ ആ അനുഗ്രഹം, അദ്ദേഹം ചൊരിഞ്ഞ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളെക്കുറിച്ചുകൂടി ഞാൻ സൂചിപ്പിക്കാം. ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് നമ്മൾ പേടിയിട്ടുണ്ട്. അദ്ദേഹം പട്ടിസദ്യ നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം. ഞാനതൊന്നും കാരണം വ്യാഖ്യാനിക്കാനോ അതിനെപ്പറ്റി കൂടുതൽ പറയാനും സമയം എടുക്കുന്നില്ല. അതുപോലെ ഉറുപ്പുകളോട് സംസാരിച്ച കാര്യം, അതുപോലെ ഒരു തവളയെ ഓടിച്ച് പാമ്പ് വന്ന പാറ്റിൻ്റെ കരയിൽ നിന്നപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പാമ്പ് തിരിച്ചു പോയ കാര്യം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് സാധിച്ചതെന്ന് അതിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രപഞ്ചത്തിന് ഒരു മനസ്സാണ്, ഒരൊറ്റൊരു അദ്ദേഹം മനസ്സെന്ന വാക്കാണ് ഉപയോഗിച്ചത്. പ്രപഞ്ചത്തിന് ഒരു മനസ്സാണ്. അത് മൃഗത്തിനായാലും ജീവജാലങ്ങൾക്കായാലും ചെടികൾക്കായാലും നമുക്കായാലും ഒരേ മനസ്സാണ്. ആ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഹൈന്ദവ സനാതന ധർമ്മത്തിൻ്റെ ഹൈന്ദവീയ പാരമ്പര്യം. ചെടി അദ്ദേഹത്തിൽ നിന്ന് ഒരു രാത്രിയിൽ കുമ്പളങ്ങ പറിക്കണമായിരുന്നു. ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് രാത്രി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജനനാഥനെയും കൊണ്ടുപോയി. ചെടി വളഞ്ഞു വന്നു, താഴെ വന്നു, കുമ്പളങ്ങ പറിച്ചു, അത് തിരിച്ചു പോയുണ്ടായി. അപ്പോൾ ചെടിയുടെ മനസ്സ് പോലും, ആ വൃക്ഷങ്ങളുടെ മനസ്സ് പോലും ആ പ്രപഞ്ച മനസ്സിൻ്റെ ഭാഗമാണ്. ആ പ്രപഞ്ച മനസ്സിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് മനസ്സിലാക്കി അത് അറിഞ്ഞ ആളായിരുന്നു ചട്ടമ്പിസ്വാമി തിരുവടി. അതുകൊണ്ടാണ് അദ്ദേഹം ജീവകാരുണ്യ നിരൂപണ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഏത് കാര്യം അതുപോലെ തന്നെ പൂജാപദ്ധതി, അതേസമയം ആത്മീയമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം തീർത്ഥപാദ സ്വാമികളെ കൊണ്ട് പൂജാപദ്ധതികളുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. സമൂഹത്തിലെ ഏതൊരു വിഷയത്തെ സ്പർശിച്ചാലും അതിലൊരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൊരു മഹാത്മാവാണ് ചട്ടമ്പിസ്വാമി തിരുവടിയാണ്. അദ്ദേഹത്തിൻ്റെ